ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും ഇന്ന് ഫ്രിഡ്ജ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വാഷറിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ഒരു വാഷർ ഉണ്ടാവില്ലേ? ആ വാഷറിൽ എപ്പോഴും ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും അല്ലേ? ആ അഴുക്കുകൾ നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയാലും നമുക്ക് മുഴുവനായിട്ടും എത്ര ബ്രഷ് ഇട്ട് എഴുതിയാലും നമുക്ക് മുഴുവനായിട്ടും കളയാൻ കഴിയില്ല. അതിനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് എങ്ങനെയാണ് കളയേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് ബേക്കിംഗ് സോഡ ഒരു ചെറിയൊരു അളവിൽ നമ്മൾ സ്പൂണിൽ എടുത്താൽ മതി. നമുക്ക് ബേക്കിംഗ് സോഡ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. നെക്സ്റ്റ് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. കുറച്ച് ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷാമ്പൂ എന്തെങ്കിലും നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കുറച്ച് വിനാഗിരി കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വിനാഗിരിയുടെ എസൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. എസൻസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എസൻസ് എടുത്തുന്നേ ഉള്ളൂ. വിനാഗിരി കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള ബ്രഷൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഒഴിവാക്കിയത് ഉണ്ടാവില്ലേ? അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് അഴുക്കുകളുണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച്. കണ്ടില്ലേ, ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ഫുള്ള് എല്ലാ ഇതിലേക്കും എത്തിക്കുക. ഇതുപോലെ എല്ലാവരും ഇതുപോലെ നല്ല എല്ലാ നമ്മുടെ അഴുക്കുള്ള സ്ഥലത്തൊക്കെ ഇതേമാതിരി നല്ല വൃത്തിയിൽ. ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ. ഫ്രിഡ്ജ് ഓഫ് ആക്കണേ. കണ്ടില്ലേ, ഇതേമാതിരിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമായിരിക്കില്ല ഈ ഒരു സംഭവം. ഈ വാഷറിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അഴുക്കും കരിമ്പനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതുവഴി നമുക്ക് നല്ല കറണ്ടും ലാഭിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ വാഷറിൽ ഫുള്ള് അഴുക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡോർ അടച്ചിട്ടുണ്ടെങ്കിൽ അടഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരുപാട് അഴുക്ക് വരുമ്പം ചെറിയൊരു ലൂസർ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതുവഴി നമ്മുടെ കറണ്ട് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നമ്മുടെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിതിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. നല്ലൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുക്കുക. അതിനുശേഷം നല്ലോണം എല്ലാ സൈഡിലും ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്യാം. കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ബഡ്സ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തീരെ വെള്ളമില്ലാതെ നല്ലോണം ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, നിങ്ങൾ കാണുന്നില്ല, അതാ നല്ല എല്ലാ സ്ഥലവും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക കേട്ടോ. തീരെ നനവില്ലാണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യണേ. നല്ല കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഞാൻ കാണിച്ചു തന്ന ഈ ടിപ്പ് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആർക്കും നല്ല റിസൾട്ട് എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഒരു ടിപ്പാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.